45,000 കിലോമീറ്റർ സിംഗിൾ ഓണർ 2020 മോഡൽ ഓട്ടോമാറ്റിക്. ഒരു 19 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കുകയും ചെയ്യാം. നമ്പർ ആയിട്ട് 5,400 നമുക്ക് വില 5,400 കൊടുക്കാം. പക്ഷെ നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റുന്നത്? ഒരു രൂപ 1.5 ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം അല്ലെ. 0 ഡൗൺ പേയ്മെന്റ് തന്നെ ഇറക്കാൻ പറ്റുന്ന 2020 23 രജിസ്ട്രേഷൻ വരുന്ന ഏറ്റവും ടോപ്പ് എൻഡ് വെർച്ചസ് ആണ്. അതും പക്ക ലോ കിലോമീറ്റർ, വെറും 9 സംതിങ് കിലോമീറ്റർ. ഇത് ചോദിക്കുന്ന 5,400 അല്ലേ. ചെറിയൊരു പൈസക്ക് വണ്ടി ഇറക്കാം ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് വീണ്ടും നമ്മൾ ഗംഭീരമായ കളക്ഷന് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഏറ്റവും ചെറിയ ബഡ്ജറ്റിൽ നല്ല ഇന്നോവകളാവട്ടെ ചെറുകാറുകളൊക്കെ നോക്കുന്നവർക്ക് ഏറ്റവും ഒരു ബെസ്റ്റ് ഓപ്ഷനായിട്ട് വന്നിട്ടുള്ളത് MKL-ലാണ്. അപ്പോൾ നമുക്ക് ക്രിസ്റ്റകൾ, ഇന്നോവകൾ, ഈ ചെറുകാറുകളാണെങ്കിൽ നമുക്ക് ഈ ഒരു സൈഡിൽ വരുന്നുണ്ട്. അതേപോലെ വാഗ്നർ, ഫോർച്യൂണർ അടക്കമുള്ള നല്ലൊരു ഗംഭീര കളക്ഷനായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല ചെറിയ ബഡ്ജറ്റിൽ നല്ല ഫാമിലി കാർ നോക്കുക ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ്. സോ നമുക്ക് ഇത്തവണ അത്യാവശ്യം നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ ഏറ്റവും ചെറിയ ബഡ്ജറ്റിലും ട്രാക്ക് ഉണ്ടെങ്കിൽ ഫുൾ ഓൺ അടക്കം ഇറക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ MKL-ലാണ്. അപ്പോൾ നമ്മൾ ഫൈസൽക്കാണ് കൂടെ ഉള്ളത്. ഫൈസൽക്ക് നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വീണ്ടും നമുക്ക് അത്യാവശ്യം നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അല്ലേ. കുറച്ച് പ്രീമിയം വെഹിക്കിൾസ് ഒക്കെ ചെറിയ ബഡ്ജറ്റിലുള്ള വാഹനങ്ങൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു MKL-ന്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാണ് നിങ്ങൾ MKL എപ്പോഴും പറയണമായിരിക്കും തന്നെയാണ്. ഇപ്പം അങ്ങനെ പറഞ്ഞെങ്കിലല്ല. ഏതായാലും മഞ്ചേരിയിൽ നിന്ന് ഏകദേശം ഒരു 9 കിലോമീറ്റർ, മലപ്പുറത്ത് നിന്ന് 9 കിലോമീറ്റർ, കൊണ്ടോടിയിൽ നിന്നും 9 കിലോമീറ്റർ കറക്റ്റ് ലൊക്കേഷനാണ് വെള്ളാമ്പ്രം. അപ്പോൾ നമ്മൾ വരുന്നത് പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയിലാണ്. ജസ്റ്റ് ആ വെള്ളാമ്പ്രം ജംഗ്ഷൻ നോക്കിയാൽ കാണുന്ന ദൂരമേ ഉള്ളൂ ശരിക്കും നമ്മുടെ ഷോപ്പിൽ. അപ്പോൾ നമുക്ക് നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനൊക്കെ വേണ്ടിയിട്ട് ആ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു ചെറിയ കാറിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ ഒരു വാഗ്നർ അല്ലേ. ഇതിൻ്റെ ഏറ്റവും ന്യൂ ഫേസ് ആണ് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് KL 55 തിരൂർ രജിസ്ട്രേഷൻ ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2020 ആട്ടോ. 2020 മോഡൽ അല്ലേ. ഓൺഷിപ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? സെക്കൻഡ് ഓണർ ആണ്. VXI ആണ് വണ്ടി വരുന്നത്. അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതുപോലെ നമുക്ക് സൈഡ് ബീഡിങ് കാര്യങ്ങൾ, അത്യാവശ്യം ഒരു സ്കേട്ടിംഗ് ഒക്കെ അഡീഷണൽ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ്. ഓട്ടോമാറ്റിക് ആണ് അല്ലേ. അതായത് നമ്മൾ സ്വിഫ്റ്റിനൊക്കെ വരുന്ന സെയിം എഞ്ചിന് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. മേജറായ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ലല്ലോ, ഒന്നുമില്ല അല്ലേ. ഇന്ത്യൻ സൈഡ് ആണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അഡീഷണൽ ആയിട്ട് നല്ല പീസ് മാറ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. 4 ഡോർ പവർ വിൻഡോ, അതേപോലെ തന്നെ നമുക്ക് കമ്പനി ഇൻബിൽറ്റ് സ്റ്റീരിയോ, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിറേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനമാണ്. ഓട്ടോമാറ്റിക് ആണ്. സോ മൈലേജ് നമുക്ക് ഇതിന് എത്രയൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റും? നമുക്ക് 17-18 മൈലേജ്. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? 5.35 ആണ്. നമ്മൾ 1.2 ഓട്ടോമാറ്റിക്കലി VXI അല്ലേ. ഏകദേശം നമുക്ക് എത്ര രൂപ ഡൗൺ പേയ്മെന്റ് ഒക്കെ വണ്ടി ഇറക്കാൻ പറ്റും? 60-70 രൂപ വണ്ടി ഇറക്കാൻ പറ്റും. കിലോമീറ്റർ പറഞ്ഞത് 45,000 കിലോമീറ്റർ സിംഗിൾ ഓണർ 2020 മോഡൽ ഓട്ടോമാറ്റിക്. ഒരു 19 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കുകയും ചെയ്യാം അല്ലേ. ഇതിന് അടുത്ത് വരുന്ന ഒരു ഇനോവയാണ്. നിലവിൽ നമുക്ക് Type 4 ആണ് വരുന്നത്. അതേപോലെ തന്നെ KL 84 റീവണ്ടിയാണ് വരുന്നത് അല്ലേ. ആ സ്റ്റേറ്റ് വെഹിക്കിൾ ആണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2015 G4 ആണ്. 2015 G4. അഡീഷണൽ അലോയ്സ് ഒക്കെ വരുന്നുണ്ട്. ടയേഴ്സ് ആണെങ്കിൽ ഒരു അപ് ടു 90% ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇന്ത്യൻ സൈഡ് ആണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ്, സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, അതേപോലെ തന്നെ ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങൾ, ഹാൻഡ് റെസ്റ്റ്, അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ആയിട്ട് തന്നെ വരുന്ന ഒരു അടിപൊളി വാഹനം. പക്ക വെൽ മെയിൻറ്റൈൻഡ് ആണ് അല്ലേ. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 180 കറക്റ്റ് സർവീസ് ഉണ്ട് കമ്പനി കേട്ടോ. ഓക്കെ. മേജറായ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. എത്ര ഈ ഒരു വാഹനത്തിന് നമ്മൾ ചോദിക്കുന്നത്? ഇത് 8.85. ഒരു ബെസ്റ്റ് പ്രൈസിന് 2015 മോഡൽ G4 ആണ് വരുന്നത്. നമുക്ക് ലോൺ എത്ര വരെയൊക്കെ ചെയ്യാൻ പറ്റും? ഒരു 1.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി 1.5 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കാം. സോ നമുക്ക് അത്യാവശ്യം നല്ല വെൽ മെയിൻറ്റൈൻഡും നല്ല ക്വാളിറ്റി ഒക്കെ അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു കേരള വാഹനത്തിന് അതേ ക്വാളിറ്റി ഒക്കെ ഉള്ള ഒരു വാഹനം തന്നെ പറയാം. ഇത് നമുക്കൊരു വേർച്ചസ് പോളോ കഴിഞ്ഞാൽ അതേപോലെ തന്നെ നമുക്ക് ഫോക്സ് വാഗനിൽ അത്യാവശ്യം നല്ല ഫോളോവേഴ്സ്, അത്യാവശ്യം നല്ല ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ്. നല്ല ബോഡി ക്വാളിറ്റി, അതേപോലെ തന്നെ നമുക്ക് നല്ല പെർഫോമൻസ് ബേസ്ഡ് ഒക്കെ വരുന്ന ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് ആണ് വൈസൽക്ക് വരുന്നത്. സൺറൂഫ് കാര്യങ്ങൾ, സീറ്റ് വെന്റിലേഷൻ അടക്കം വരുന്ന ഒരു വാഹനമാണ്. ഇത് 2022-23 രജിസ്ട്രേഷൻ ആണ്. 2022-23 അല്ലേ. ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 9 സംതിങ് ഓടിയിട്ടുള്ളൂ. വെറും 9 സംതിങ് കിലോമീറ്റർ മാത്രം. ലോ കിലോമീറ്റർ വാഹനമാണ്. പക്ക ഷോറൂം കണ്ടീഷൻ എന്ന് പറയാലോ. പിന്നെ ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. സൺറൂഫ്, സീറ്റ് വെന്റിലേഷന്, അങ്ങനെ ഏറ്റവും ടോപ്പ് എൻഡിൽ വരുന്ന ഒരു അടിപൊളി വാഹനം. ഓട്ടോമാറ്റിക് ആണ് വരുന്നത് അല്ലേ. സോ നല്ല പെർഫോമൻസ് ഉണ്ടാവും, നല്ല മൈലേജും കാര്യങ്ങളും. അതും സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത്. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? 8.80 അല്ലേ. അതായത് ഒരു ബെസ്റ്റ് പ്രൈസ് നമുക്ക് ഇറക്കാം. ഒരു ആഷ് ബാഗിന്റെ പ്രൈസിന് ഇറക്കാൻ പറ്റുന്ന ഒരു കിഡ്ലം വാഹനം. അത് ഏറ്റവും ടോപ്പ് എൻഡിൽ നല്ല സൺറൂഫ് അടക്കം വരുന്ന ഒരു വാഹനം. അത് നമുക്ക് PY ചെയ്തുകൊണ്ട് ലോൺ ഇവിടെ തന്നെ ചെയ്തുകൂടെ?
ചെയ്യാൻ പറ്റൂല. മാക്സിമം നമുക്ക് ലോൺ എത്ര ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ഫുൾ ഓൺ ചിലപ്പോൾ നമുക്ക് ആളതിനനുസരിച്ച് ചെയ്യാം. ഓക്കെ, നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് 0 ഡൗൺ പേയ്മെന്റ് തന്നെ ഇറക്കാൻ പറ്റുന്ന 2020, 22, 23 രജിസ്ട്രേഷൻ വരുന്ന ഏറ്റവും ടോപ്പ് എൻഡ് വെർച്ചസ് ആണ്. അതും പക്ക ലോ കിലോമീറ്റർ, വെറും 9 സംതിങ് കിലോമീറ്റർ. സെമി പ്രീമിയം ലെവലിൽ വരുന്ന ഒരു അടിപൊളി ടൊയോട്ട കൊറോള ഓൾട്ടിസ്. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? 2013 ഒറിജിനൽ കേരള വണ്ടിയാണ്. 2013 ഒറിജിനൽ കേരള അല്ല. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ ഏകദേശം 2.25 ഓടിയാണ്. എഞ്ചിന് മെക്കാനിക്കലൊക്കെ ഫിറ്റ്. അതെ. മേജറായ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. ഡീസലാണ്. ഏകദേശം നമുക്കൊരു 20 മൈലേജും പ്രതീക്ഷിക്കാം. അത്യാവശ്യം വലിയ വാഹനമാണെങ്കിലും അത്യാവശ്യം നല്ല മൈലേജും നല്ല യാത്രാ കംഫർട്ട് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനമാണ്. ഇന്ത്യൻ സൈഡ് ആണെങ്കിലും പക്ക നീച്ചാണ് വരുന്നത്. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? 485. നമുക്ക് ലോൺ സൗകര്യം ഉണ്ടാവോ? തീർച്ചയായിട്ടും ലോൺ ചെയ്യാം. നമുക്ക് ലോണ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇന്ത്യയിൽ ആണെങ്കിൽ ഒക്കെ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. കേരളയാണ്. ഫുൾ ലോഡാണ്. ജി ആണ് വരുന്നത് അല്ലേ? അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഒറിജിനൽ കേരള വാഹനം. ഇത് നമുക്ക് വീണ്ടും ഒരു ഇന്നോവയിലോട്ടാണ് പോകുന്നത്. നമുക്ക് ഇവിടുന്ന് അത്യാവശ്യം ഇന്നോവ ക്രിസ്റ്റ ഫോർച്യൂണറുകൾ ഇവിടുന്ന് നല്ല കളക്ഷൻ വരുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ഒരു കോഫി ബ്രൗണിൽ അല്ലേ? നിലവിൽ കേൾട്ടൺ BGL നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? 2015 G4 ആണ്. G4 അല്ലേ? കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1.80. എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന്? നമ്മള് 9 രൂപ ചോദിക്കുന്നുണ്ട്. 9 രൂപ താഴ്ത്തി കൊടുക്കും. അതൊരു ഫൈനൽ റേറ്റ് അല്ല. ആളുകൾ വന്ന് ഇഷ്ടപ്പെട്ട മാക്സിമം വില കുറച്ച് കൊടുക്കും. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റുന്നത്? ഒരു രൂപ 1.5 രൂപ 1.5 ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം അല്ലേ? ഇത് നമുക്ക് സിൽക്കി ഗോൾഡ് അല്ലേ? ഇന്നോവയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ എൻക്വയറി ചെയ്യുന്ന ഒരു കളർ കൂടിയാണ്. Type 4 ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2012 G4 ആണ്. 2012 G4 കൺവേർട്ടഡ് ആണ് Type 4 അല്ലേ? കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 2 ലക്ഷം ഓടിയാണ്. വണ്ടി 3rd ഓണർ ആണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നല്ല അലോയില് കാര്യങ്ങളൊക്കെ, ക്രിസ്റ്റയുടെ അലോയില് കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ടയേഴ്സും ഉണ്ട്. എത്ര ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്നത് 6.35. ചെറിയൊരു സ്വിഫ്റ്റിന്റെ പ്രൈസിനൊക്കെ കൊണ്ടുപോകാം. നല്ല ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാം? നമുക്ക് ഒരു 1.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് വണ്ടി ഇറക്കാം. ഇനി ഒരു വൈറ്റ് ഇന്നോവ, ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? 2012 ആണ്. G4 ആണ്. ഇതും അതേമാതിരി തന്നെ G4 ആണ്. 2012 വണ്ടി. കിലോമീറ്റർ ഏകദേശം 2 ലക്ഷം ഓടിയാണ്. സെക്കൻഡ് ഓണർ ആണ്. ഇത് നമ്മൾ ചോദിക്കുന്ന ആ വില തന്നെ, ഏകദേശം 6.35 അല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇതൊക്കെ അതുപോലെ തന്നെ നമുക്ക് ഒരു 1.5 ഇടയിൽ വണ്ടി ഇറക്കാം. വീണ്ടും ഒരു വൈറ്റ് ഇന്നോവ തന്നെയാണ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2011 G4 ആട്ടോ. സെക്കൻഡ് ഓണർ ആണ്. ഇത് കിലോമീറ്റർ 1.80 ഓടിയാണ്. ഇത് ചോദിക്കുന്ന 5.4 അല്ലേ? ചെറിയൊരു പൈസക്ക് വണ്ടി ഇറക്കാം. 1.5 വണ്ടി ഇറക്കാം. ദെൻ ക്രിസ്റ്റ, ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? 2018 ഓട്ടോമാറ്റിക് ആട്ടോ. ഓട്ടോമാറ്റിക് 1.40 ഓടിയാണ്. G4 ഓട്ടോമാറ്റിക്കോ Z ഓട്ടോമാറ്റിക്കോ? അതെ. Z അല്ല, G4 ഓട്ടോമാറ്റിക്. G4 ഓട്ടോമാറ്റിക് 2018 മോഡൽ അല്ലേ? 2.8 അല്ലേ വരുന്നത്? ഇത് ഫസ്റ്റ് ഓണർ ആണ്. പക്ഷെ നമ്പറായി വരുമ്പോ ഇപ്പൊ സെക്കൻഡ് ആവും. ഓക്കെ. ഇത് നമ്മൾ ചോദിക്കുന്നത് 17 ലക്ഷം രൂപ. 17 NOC റേറ്റ് ആണോ? നമ്പറാക്കി ടാക്സ് അടിച്ചിട്ട് 17 സംതിങ്ങിന്. 2018 17 സംതിങ്. G4 പ്ലസ് ആണ് വരിക. G4 പ്ലസ്. ദെൻ ഒരു വൈറ്റ് അല്ലേ? എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2016 വണ്ടിയാണ്. ഇത് ഓട്ടോമാറ്റിക് ആണ് വണ്ടി വരുന്നത്. 1.99 ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർ ആണ് വരുന്നത്. ഇത് ഏകദേശം നിങ്ങൾക്ക് 14.4 വരും. 14.4 അല്ലേ? നമ്പർ ഓട്ടോമാറ്റിക് ആണ്. അത് അതിന്റെ നമ്പർ ആക്കിയിട്ട് 14.4 നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ബ്ലാക്ക്, ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2017 ആണ്. ഏകദേശം 1.90 ഓടിയിട്ടുണ്ട്. ഇത് ഇവിടെ Type 4 ആക്കി വണ്ടിയിലുണ്ടോ അതൊക്കെ? ഓക്കെ. Type 4 എന്നാൽ ഇതാണ് Type 2 കൺവേർട്ട് ചെയ്താണ് വണ്ടി. നിലവിലെ ഏറ്റവും ന്യൂ ഫേസിലേക്ക് കൺവേർട്ട് ചെയ്ത വാഹനമാണ് അല്ലേ? എത്ര ചോദിക്കുന്നത്? 13.4 അല്ലേ? ഏകദേശം 1.5 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം. വീണ്ടും ഒരു വൈറ്റ് തന്നെയാണ് വരുന്നത്. ക്രിസ്റ്റ, അതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? ഇതും സെയിം 2017 ആണ്. G4 ആണ് വരുന്നത്. സെക്കൻഡ് RC ഓണർ ആണ്. കിലോമീറ്റർ ഏകദേശം 1.5 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2.10 ഓടിയിട്ടുണ്ട്. ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇതും ഈ പറഞ്ഞ വിലയിൽ തന്നെ വരുന്നത്. ഏകദേശം 13.35 ചോദിക്കും. 13.35 നമ്പർ ആയ വണ്ടിയാണ്. അതിൽ നമുക്കൊരു 1.5 വണ്ടി ഇറക്കും ചെയ്യാം അല്ലേ? ഇതൊരു ഫോർച്യൂണർ അല്ലേ? ഇത് 4 വീലർ 2 വീലർ വരുന്നത്? ഇത് 2 വീലാണ്. ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. പിന്നെ നമ്പർ ആയിട്ടില്ല. പുറത്തെ വണ്ടിയാണ്. നമ്പറായി വരുമ്പോൾ ഏകദേശം ഒരു NOC-ലാണ് നമ്മൾ 12.5 ലക്ഷം രൂപ കൊടുക്കുക. NOC 15 മോഡൽ NOC-ൽ 12 രൂപ. 1.5 ലക്ഷം ഓടിയാണ്. സെക്കൻഡ് RC ഓണറാണ്. NOC-ൽ ഒരു 12 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം അല്ലേ? അതുകൊണ്ട് നമുക്ക് ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു പ്രീമിയം വെഹിക്കിൾ നോക്കുന്നവർക്ക് ബെൻസ്, ഇത് ഏതായിരുന്നു? ക്ലാസ് ഏതായിരുന്നു?
ഇത് 2010 ആണ്. സി ക്ലാസ് ആണ്. ഈ ക്ലാസ് 250 ആണ്. ഈ ക്ലാസ് അല്ലേ 250 പെട്രോൾ ആണ്. അപ്പൊ നമുക്കൊരു പ്രീമിയം വെഹിക്കിൾ അത്യാവശ്യം മൈലേജ് നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് അല്ലേ. ഒരു ഇത് നമ്പറായി വരുമ്പോൾ ഒരു 5.5 വരും. നമ്പർ ആയിട്ട് 5.4 നമുക്ക് വില 5.4 കൊടുക്കുക. 2010 മോഡല്. പേപ്പറൊക്കെ പുതിയ പേപ്പർ ആയിരിക്കും പേപ്പർ ഉള്ള വണ്ടിയാണ് നമുക്ക്. ഇത് നമുക്ക് ഒരു സ്കോഡ ഒക്ടോവിയ പനോരമിക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒറിജിനൽ കേരള വാഹനം അല്ലേ. ഇത് ഓട്ടോമാറ്റിക് അല്ലേ വരുന്നത്? അതെ അതെ, ഓട്ടോമാറ്റിക് ആണ്. ഡീസലാണോ വരുന്നത്? ഡീസൽ ഓട്ടോമാറ്റിക്. സോ നല്ല പെർഫോമൻസ്, മൈലേജ്. ഇതിന്റെ ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് അല്ലേ. 2017 മോഡലാട്ടോ. 17 മോഡല്. 38,000 കിലോമീറ്റർ ഓടുള്ളൂ. ഓക്കെ. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സെക്കൻഡ് ഓണർ ആണ് വരുന്നത്. സെക്കൻഡ് ഓണർ ആണ്. ഓക്കെ. എത്ര ചോദിക്കും നമ്മളിതിന്? ഇത് 890. 890. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇതൊക്കെ മാക്സിമം ലോൺ ചെയ്യാവാണെങ്കിൽ ഫുൾ ലോൺ തന്നെ നമുക്ക് ചെയ്യാം. പേപ്പർ അനുസരിച്ച് ചിലപ്പോൾ ലോൺ ഫുൾ കിട്ടും. ലോൺ ചെയ്യാൻ പറ്റില്ല. തന്നെ ഒരു Audi A4 അല്ലേ. ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽ? 2012 ആണ്. A4 ആണ് വണ്ടി വരുന്നത്. തേർഡ് ഓണർ ആണ് വരുന്നത്. ഇത് വില നമുക്കൊരു 675. ചെറിയൊരു പൈസക്ക് നമുക്ക് ഒരു Audi ഇറക്കാം. MK-ലായിരുന്നു ഫസ്റ്റ് ഒരു പാർട്ട് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു പാർട്ടിൽ നിന്നാണ് മൈലേജ് കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് നല്ല അത്യാവശ്യം നല്ല കളക്ഷൻസും ചെറിയ ബഡ്ജറ്റിൽ ഏകദേശം 24 വരെ മൈലേജ് കിട്ടുന്ന അത്യാവശ്യം നല്ല കിടിലൻ വാഹനങ്ങളായിട്ടുള്ള ഒരു കളക്ഷനായിട്ടും ഉടനെ തന്നെ നമ്മൾ വരുന്നതാണ്. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ വള്ളോമ്പറത്താണ്. MK-ൽ കൂടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ട് ഫൈസൽക്ക് ആയിരുന്നു. പുതിയൊരു വീഡിയോ വരുന്നവർ വീണ്ടും കാണാം. ഇസ്മി റിയാസ് ആൻഡ് ഫൈസൽക്ക സൈനിങ് ഓഫ്.